സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് സെന്റ് ക്ലെയറിൻ്റെ ഫീസ്റ്റാണ്. ഇന്നും പ്രതിഫലത്തെക്കുറിച്ചാണ് പറയുക. എന്താണ് ഞങ്ങൾക്ക് കിട്ടും? പത്രോസ് ചോദിക്കുകയാണ്, എന്ത് കിട്ടും? അല്ലേ? ധ്യാനം കൂടിയാൽ നമുക്ക് എന്ത് ലഭിക്കും? നമുക്ക് ലഭിക്കുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം സ്വർഗം നൽകുന്നത് കണ്ണുകൊണ്ട് കാണാനാവില്ല, കാതുകൊണ്ട് കേൾക്കാനാവാത്തതും അതിനും കൊണ്ട് സംസാരിച്ച് തീർക്കാനാവാത്തതുമായ സന്തോഷവും ആനന്ദവുമാണ്. അതുകൊണ്ടാണ് അവർണ്ണനീയമായ ദാനം എന്ന് പറയുന്നത്. വർണ്ണിക്കാനാവാത്ത ദാനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇത് അനുഭവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാളോടും പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. ദൈവാനുഗ്രഹം, ദൈവാനുഭവം എന്നൊക്കെ പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വിധം അവർണ്ണനീയമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം പത്രോസിനോട് ചോദിക്കും. പത്രോസ് എന്നോട് മറുപടി പറയുന്നതാണ്, എന്നെ പ്രതി നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ നിങ്ങൾക്കത് ഇരട്ടിയല്ല ഇരട്ടിയായിട്ട് ഓരോന്നും കിട്ടും എന്നാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇരട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നിനക്ക് കയ്യിലൊതുങ്ങാനാവാത്ത വിധത്തിലുള്ള സമൃദ്ധിയും സന്തോഷവുമാണ് നിനക്ക് ലഭിക്കുക. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.